ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടാണ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എഡിറ്റേഴ്സിന് ഇപ്പോൾ വളരെ പണി കുറവാണ്. മുമ്പ് കാലത്തൊക്കെ നമ്മളത്ത് ഫേസ്ബുക്കൊക്കെ നല്ല ആക്റ്റീവായിരുന്ന സമയത്ത് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് പൈമാറി തരുമായിരുന്നു, എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം സ്വന്തമായിട്ട് തന്നെ എല്ലാവരും എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് നമ്മളുടെ പണി പോയി. ഓക്കെ, അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിങ്ങിൽ ഒരു ഓർഡർ ഉണ്ട്. അതായത് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന ഈ 3 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്താൽ, ഏതൊരു ബേസിക് എഡിറ്ററിനും അത്യാവശ്യം പൊളിയായിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 2 ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്നാപ്സീഡ്, അതുപോലെ തന്നെ ലൈറ്റ്റൂം മൊബൈൽ. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ കീപ്പ് ചെയ്ത് നിങ്ങൾ ആ എഡിറ്റിംഗ് ആ ഒരു ഓർഡർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബിഗിനർ ആണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോ ഇടുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചന്മാർക്കും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസോപ്പൺ. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ലെറ്റ്സ് ഇൻട്രോ. മുൻപ് കാലത്ത് ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഞാനും ഇതുപോലെ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്. അതായത് ഒരു ഫോട്ടോ എടുക്കുന്നു, ആപ്ലിക്കേഷൻ ഏതാണ് അതിനകത്തോട്ട് ഇടുന്നു, അതിലുള്ള സ്ലൈഡറുകളെല്ലാം അതിൽ അപ്ലൈ ചെയ്യുന്നു, ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഓവർ സാച്ചുറേഷനാണ് അന്നത്തെ എഡിറ്റിങ്, എന്താ പറയുക, വേറെ ലെവലാണെന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഓവറായിട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ സാച്ചുറേഷനൊക്കെ അടിച്ച് കയറ്റി സേവ് ചെയ്തിട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യൊക്കെ വരുന്നത് പണ്ട് ഞാനൊക്കെ തുടങ്ങിയ സമയത്തുള്ള പരിപാടി. എന്നാൽ ഇന്ന് പയ്യന്മാരെല്ലാം നല്ല പൊള്ളിയായിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെയൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയെക്കുറിച്ചൊക്കെ നമ്മളുടെ അറിവ് കുറച്ച് ഷെയർ ചെയ്യുന്ന ഒരു 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗേൾസിനുണ്ട്, ബോയ്സിനുണ്ട്. അപ്പോൾ ബോയ്സിനകത്ത് ചേരാനുള്ള ആഗ്രഹമുള്ള എല്ലാ മച്ചാന്മാർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ 8 വർഷത്തെ ഈ ഒരു എഡിറ്റിംഗ് കരിയറിനകത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഓർഡർ, എഡിറ്റിങ്ങിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓർഡറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഈ ഒരു ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള പൊളി ഫോട്ടോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അഡ്വാൻസ് ലെവലായിട്ടുള്ള മാനിപ്പുലേഷനൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ സ്മൂത്തിങ് ആൻഡ് ക്രോപ്പിംഗ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ സ്കിൻ സ്മൂത്ത് ചെയ്യാനും അതുപോലെ ക്രോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് തന്നെ സ്നാപ്സീഡാണ്. നിങ്ങൾ സ്നാപ്സീഡ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിലോട്ടാണോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സോഷ്യൽ മീഡിയയുടെ കറക്റ്റ് ആ ഒരു ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു ഫോട്ടോയെ നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. ഓക്കെ, ഞാനൊരു 4:3 ഒക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഒരു സൈസാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റേഷ്യോയിൽ ആദ്യം ക്രോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ ഇതിലുണ്ട്, സ്നാപ്സീഡിനകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഫേസിലുള്ള സ്കിന്നിലുള്ള എല്ലാ ഡോട്ട്സുകളും കറുത്ത പാടുകളും അങ്ങനെയുള്ള എല്ലാം ആദ്യം തന്നെ മാറ്റുക. അപ്പോൾ ഈ 2 കാര്യമാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ലെവലിലേക്ക് പോകേണ്ടത്. ഒരിക്കലും നമ്മൾ എടുത്തുടഞ്ഞ കളർ ഗ്രേഡിങ്ങിലേക്ക് പോകരുത്. അപ്പോൾ നിങ്ങളിത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പകുതി വെച്ച് സ്കിപ്പ് ചെയ്താൽ മനസ്സിലാവത്തില്ല. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ലൈറ്റ്റൂം ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഒരു പിക്ചർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഹൈലൈറ്റ്സ്, നമ്മളെ ഷാഡോസ്, എക്സ്പോഷർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ, ബ്ലാക്ക്സ്, വൈറ്റ് ബാലൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ലൈറ്റ്സ് എന്നുള്ള അല്ലെങ്കിൽ ലൈറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ സ്കിൻ സ്മൂത്തിങ്ങും ക്രോപ്പിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് നിങ്ങൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഇതിലിപ്പോൾ എന്താണ് കുറവ്, അല്ലെങ്കിൽ എവിടെയാണ് ഡാർക്ക്, അല്ലെങ്കിൽ ഓവർ എക്സ്പോഷർ ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഈ പറയുന്ന ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും പണ്ടൊക്കെ ചെയ്തതും അങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് എടുത്തിടുന്നു, കളർ അങ്ങോട്ട് മാറ്റുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ ഓർഡർ. അതല്ല,
ഓക്കെ, ഈ രണ്ട് സ്റ്റെപ്പുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ ക്രോപ്പിംഗ് ആൻഡ് സ്കിൻ സ്മൂത്തിങ് അതുപോലെ തന്നെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇത് രണ്ടും സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പാണ് കളർ ഗ്രേഡിംഗ് ഓർ പ്രീസെറ്റ്. അത് നിങ്ങളിഷ്ടമാണ്. പ്രീസെറ്റ് വേണോ കളർ ഗ്രേഡിംഗ് അത് നിങ്ങളിഷ്ടമാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളർ ഗ്രേഡിംഗ് ഓർ പ്രീസെറ്റ്. ഇപ്പോൾ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ ഓർഡറാണ് ഞാൻ പറയുന്നത്, എഡിറ്റിങ്ങിൻ്റെ ഒരു ഓർഡറാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്കിൻ സ്മൂത്തിങ് ആൻഡ് ക്രോപ്പിംഗ്, സെക്കൻഡ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേണം കളർ ഗ്രേഡിംഗ് ഓർ പ്രീസെറ്റ്സ്. ഓക്കെ, ഈ രണ്ട് കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കളർ ഗ്രേഡിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളെ പിക്ചർ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, നമുക്ക് എഡിറ്റ് ചെയ്യാൻ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് ഇരിപ്പുണ്ടാവും. അതായത് എല്ലാം കൊണ്ടും നമ്മൾ ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ കളർ ചേഞ്ച് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രീസെറ്റ് വേണോ അതോ നിങ്ങൾ തന്നെ മാനുവലായിട്ട് കളർ ഗ്രേഡ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പിക്ചർ ഇവിടെ ഓൾറെഡി ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്രേഡ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ലെങ്ത്ത് കൂട്ടായിരിക്കും ഞാൻ എൻ്റെ പ്രീസെറ്റ് സേവ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ബിഫോർ ഇമേജ്. ഇത് ഞാൻ സ്കിൻ സ്മൂത്തിങ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫേസ് തിരിച്ചാണ് ഫ്രെയിമിലോട്ടില്ലല്ലോ, അത് പിന്നോട്ട് ഇങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ സ്കിൻ സ്മൂത്തിങ് എന്നുള്ള നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിൽ ക്രോപ്പ് പെർഫെക്റ്റ് ആണെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പിക്ചർ എടുക്കുന്ന റേഷ്യോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് സ്മൂത്ത് ചെയ്യുന്ന അത് സ്കിപ്പ് ചെയ്യാം. നേരെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലോട്ട് വരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പിക്ചറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിൽ അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഓരോന്നായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് വരാം. കളർ ഗ്രേഡിങ് ഡയറക്റ്റ് വരാൻ പറ്റും. അത് ഓരോരുത്തർ എടുക്കുന്ന പിക്ചറിൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ലൈറ്റ് അപ്പർച്ചർ അങ്ങനെയുള്ള ഷട്ടർ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്ത് ലൈറ്റിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ എല്ലാ വീഡിയോസും എല്ലാം ഉപയോഗപ്രദമായ വീഡിയോസാണ് നമ്മൾ ചെയ്യാറ്. എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ് 250 മലയാളം FML ഫോണ്ട്. ആ ഒരു ഫോണ്ട് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അത് കൂടെ ചോദിക്കുന്നത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, കയറി അതും കണ്ടിട്ട് അതിൽ FML ഫോണ്ടുകൾ 250 മലയാളം FML ഫോണ്ടുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. പോളി ഫോൺസാണ്. ഓക്കെ, അതുമാത്രമല്ല നമ്മൾ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം, ഈ വീഡിയോയ്ക്ക് അവസാനം ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു കളർ ടോൺ അല്ലെങ്കിൽ ഈ ഒരു പ്രീസെറ്റ്, ഇതിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്ന ടീൽസ് എന്നാണ്. ഈ ഒരു പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന ഈ ഫോളോ ചെയ്യുന്ന 3 സ്റ്റെപ്പുകളുണ്ടല്ലോ, അതിൽ ക്രോപ്പിങ്ങും ചെയ്യണം, അതുപോലെ തന്നെ സ്കിൻ സ്മൂത്ത് ചെയ്യണം, ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു പ്രീസെറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ബാക്കി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതുപോലത്തെ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു എഡിറ്റിംഗ് രീതിയിൽ നിന്ന് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നതാണ്. 250 ഫോൺസിൻ്റെ കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രീസെറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, കയറി ഡൗൺലോഡ് ചെയ്ത് പൊളിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഉപയോഗപ്രദമായിട്ട് ഒരുപാട് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ, ഐസോപ്പൻ ഫോട്ടോഗ്രാഫി. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പൊളി വീഡിയോസ് ഇനിയും കിട്ടും. ബൈ.